+1 ഹ്യൂമാനിറ്റീസിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ചാപ്റ്റർ 1 and 2 എന്ന് പറയുന്ന ഒരു തിയറി ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്. ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ദെൻ ചാപ്റ്റർ 3 ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 3 തൊട്ടാണ് നമുക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നത്. ഓരോ ചാപ്റ്ററിലും ഓരോ സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 3 ഈസ് ഡാറ്റ പ്രോസസ്സിംഗ് വിത്ത് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. ഒരു ഡാറ്റ എന്താണ്, ഇൻഫോർമേഷൻ എന്താണ്, ഡാറ്റ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ചാപ്റ്റർ 1 പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത്, ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് 9th സ്റ്റാൻഡേർഡിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ നെയിം ലിബ്രിയോഫീസ് കാൽക്ക്. നമ്മൾ ഉബുണ്ടു 18.4 എന്നുള്ള OS ലിബ്രിയോഫീസ് കാൽക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ 9th നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിവര വിശകലനത്തിനായിട്ട്. ഓക്കെ, ഡാറ്റ എൻട്രിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ദ സോഫ്റ്റ്വെയർ പാക്കേജ് ഫോർ പ്രോസസ്സിംഗ് നമ്പേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻ ടേബുലാർ ഫോം. നമ്മൾ നമ്പേഴ്സും ക്യാരക്ടേഴ്സിനും ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനൊരു ടേബുലാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സോഫ്റ്റ്വെയറാണ് ലിബ്രിയോഫീസ് കാൽക്ക് എന്നുള്ളത്. നമ്മൾ ഉബുണ്ടുവിൽ ലിബ്രിയോഫീസ് കാൽക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ലിബ്രിയോഫീസ് കാൽക്ക്, അതുപോലെ വിൻഡോസിലാണെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ, ക്വാട്രോ പ്രോ, ലോട്ടസ് 123, ഇതൊക്കെ എന്താണ്, ഓരോ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളാണ്. ഈ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ചെയ്യുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് തന്നെയാണ്. ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ടേബുലാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് എൻ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. ഒരു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഞാനൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ലിബ്രിയോഫീസ് കാൽക്കിൻ്റെ ഒരു ഹോം പേജാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ പേജ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടാവും ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചത്. നമ്മൾ ആപ്ലിക്കേഷൻ ഓഫീസ് എന്നുള്ള കാറ്റഗറിയിൽ നിന്നാണ് ലിബ്രിയോഫീസ് കാൽക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ടായിരുന്നത്. ലിബ്രിയോഫീസ് കാൽക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. ഒരുപാട് റോസും കോളംസും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന ഫയൽ എഡിറ്റ് വ്യൂ എന്നുള്ളത് മെനു ബാറാണ്. അതിന് താഴെ കാണുന്നതിന് നമ്മൾ ടൂൾ ബാർ എന്ന് പറയും. നെക്സ്റ്റ് കാണുന്ന ആ ഒരു ഇതിന് നമ്മൾ ഫോർമാറ്റിംഗ് ബാർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ABCD എന്ന് പറയുന്നത് കോളംസ് ആണ്, അതായത് വരികൾ അല്ലേ. നെക്സ്റ്റ് 1 2 3 എന്ന് പറയുന്നത് റോസ് ആണ്. ഒരു റോയും ഒരു കോളവും അടങ്ങിയതിന് നമ്മൾ സെൽ എന്ന് പറയും. ഒരു റോയും ഒരു കോളവും അടങ്ങിയതിനാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ലിബ്രിയോഫീസ് കാൽക്ക് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഈ ഒരു പേജ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ ചാപ്റ്ററിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഇറ്റ് സ്റ്റോർ ലാർജ് വോള്യൂം ഓഫ് ഡാറ്റ ഇൻ ടേബുലാർ ഫോം ലൈക്ക് മാർക്ക് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റ് കൺസോളിഡേഷൻ പോലെയുള്ള വലിയ ഒരു ഡാറ്റ എൻട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും വോള്യത്തിലുള്ള ഡാറ്റാസിന് എന്ത് ചെയ്യാം, നമ്മളൊരു ടേബുലാർ ഫോമാക്കി സ്റ്റോർ ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ അറൗണ്ട് 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഓരോ സ്റ്റുഡൻറ്റ് ഇപ്പോൾ 10 സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു 10 സബ്ജക്റ്റിൻ്റെ ഓരോ കോളംസ് നമ്മൾ കൊടുക്കുകയാണ്. ഓരോ സബ്ജക്റ്റ് നെയിം കൊടുത്തതിൻ്റെ കോളം കൊടുത്തു. നെക്സ്റ്റ് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്കിനായിട്ട് നമ്മളൊരു കോളം ആഡ് ചെയ്തു. നെക്സ്റ്റ് ആ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് വെച്ച് പെർസെൻറ്റേജ് ആഡ് ചെയ്യാനും ഗ്രേഡ് ആഡ് ചെയ്യാനും റാങ്ക് ആഡ് ചെയ്യാനും ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളൊരു ടേബുലാർ ഫോമിൽ, എത്ര വലിയ ഡാറ്റാസ് ആണെങ്കിലും ഒരു ടേബുലാർ ഫോമിൽ നമുക്കതിനെ സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ക്യാരീസ് ഔട്ട് ന്യൂമറിക് കാൽക്കുലേഷൻ, കമ്പാരിസൺ ആൻഡ് അനാലിസിസ് യൂസിങ് ഫോർമുല ആൻഡ് ഫംഗ്ഷൻ. ഈ ലിബ്രിയോഫീസ് കാൽക്കിൽ നമ്മളിപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റ് കൺസോളിഡേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ടോട്ടൽ സബ്ജക്റ്റുകളുടെ മാർക്ക് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ നോർമലി ഒരു പേപ്പറും പെന്നും എടുത്തൊരു കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴെന്താ, ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ മാർക്ക് കിട്ടി നമ്മളത് പേപ്പറിൽ പിൻ ചെയ്യും അല്ലേ. എന്നാൽ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സം ടോട്ടൽ മാർക്ക് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് സം എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ സം എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് റോലുള്ള, അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫസ്റ്റ് റോയിൽ നമ്പർ 1 എന്നുള്ള റോയിൽ ഓരോ സ്റ്റുഡൻസിൻ്റെയും മാർക്ക് കൊടുക്കുകയാണ്. ഒരു ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ G എന്നുള്ള കോളത്തിലാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആ G എന്നുള്ള കോളത്തിന് അവിടെ ജസ്റ്റ് സം എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സബ്ജക്റ്റ് മാർക്കാണോ നമുക്ക് കാണേണ്ടത് അതിൻ്റെ സമ്മ് നമുക്കവിടെ കിട്ടും, ടോട്ടൽ നമുക്കവിടെ കിട്ടും.
അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ, എത്ര ഈസി ആയിട്ട് നമുക്ക് ഡാറ്റ എൻട്രി നടത്താൻ പറ്റുന്നില്ലേ. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ന്യൂമറിക് കാൽക്കുലേഷൻസും കമ്പാരിസണും അനാലിസിസും ഒക്കെ ചില ഫോർമുലകളും ഫംഗ്ഷനുകളും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ. നെക്സ്റ്റ് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് റിസൾട്ട് ഇഫ് എനി ചേഞ്ച് ഇസ് മെയ്ഡ് ഇൻ ദ റിലേറ്റഡ് ഡാറ്റ. അപ്പോൾ ഒരുപാട് ഡാറ്റാസ് നമുക്ക് എൻ്റർ ചെയ്യാമെന്ന് പറയും. ലാർജ് വോളിയം ഓഫ് ഡാറ്റ നമ്മൾ കൊടുക്കുകയാണ് ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ ടേബിൾ ഓഫ് ഫോം ആക്കിയിട്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഡാറ്റയ്ക്ക് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളെല്ലാം അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് ടെക്സ്റ്റ് ഫോമാറ്റിംഗ് ഫീച്ചേഴ്സ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വേർഡ്സിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടെക്സ്റ്റിന് ഒരുപാട് ഫോമാറ്റിംഗ് ഫീച്ചറുകൾ നമുക്ക് ലിബ്രെ ഓഫീസിൽ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ 3rd റോ നോക്കുമ്പോൾ കണ്ടോ, ബോൾഡ് ചെയ്യാനും ഇറ്റാലിക് ചെയ്യാനും അണ്ടർലൈൻ ചെയ്യാനും, ഇതുപോലെ ഒരു നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ടിൻ്റെ കളർ കൊടുക്കാനും, സെൻട്രൽ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സാധ്യമാകുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഓഫേഴ്സ് ഫെസിലിറ്റീസ് ലൈക്ക് സോർട്ടിങ്, ഫിൽറ്ററിങ് എക്സെട്ര. നമ്മൾ ടേബുലർ ഫോമിൽ ആണ് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സോർട്ടിങ്ങും ഫിൽറ്ററിങ്ങും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫിൽറ്ററിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു മാർക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ A+ ഗ്രേഡ് വരുന്ന കുട്ടികൾ ഒരുപാടുണ്ടാവും, A ഗ്രേഡ് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ A+ ഗ്രേഡ് വരുന്ന കുട്ടികളെ മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതിലൊരു ഫീച്ചർ ഉണ്ട്, ഓട്ടോ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ A+ ഗ്രേഡിലുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ മാത്രമേ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് സോർട്ടിംഗ് എന്ന് പറയുന്നത് ഓർഡർ ചെയ്യണം. അതായത് ഓരോ കുട്ടികളുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ അവർക്ക് ഒരു റാങ്ക് കൊടുക്കണം, 1, 2, 3 എന്നുള്ള ഓർഡറിൽ റാങ്ക് കൊടുക്കണം. അതെല്ലാം നമ്മൾ ഏറ്റവും കുറഞ്ഞ മാർക്കിൽ നിന്നും കൂടുതൽ മാർക്കിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സോർട്ടിങ്ങും ഫിൽറ്ററിങ്ങും ഒക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് ക്രിയേറ്റ് ചാർട്ട് ഫോർ ഗ്രാഫിക്കൽ ഡാറ്റ അനാലിസിസിനായിട്ട് നമുക്ക് ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം, ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചറുകളാണ് പറയുന്നത്. ഇനി ഒരു സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയാണ്. എന്താണ് റോ, എന്താണ് കോളം, എന്താണ് സെൽ എന്ന് പറയുന്നത്, എന്താണ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്, എന്താണ് എങ്ങനെയാണ് നമ്മളിതിൽ ഡാറ്റ എൻട്രി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വർക്ക്ഷീറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എ സ്പ്രെഡ്ഷീറ്റ് ക്യാൻ കണ്ടെയ്ൻ 1 or more വർക്ക്ഷീറ്റ്. By default, there will be 3 worksheets in a spreadsheet named Sheet 1, Sheet 2, Sheet 3. ഒരു സ്പ്രെഡ്ഷീറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞു റോസും കോളംസും അടങ്ങിയിട്ടുള്ള ഒരു ടേബുലാർ ഫോമിലായിട്ടുള്ള ഒരു സ്ട്രക്ചറെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഈ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് 1 or more, ഒന്നോ ഒന്നിൽ കൂടുതലോ വർക്ക്ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ടൊരു സ്പ്രെഡ്ഷീറ്റിൽ 3 വർക്ക്ഷീറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഒരു വർക്ക്ഷീറ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പേജ് ഉണ്ടല്ലോ, ഈ ഒരു സ്പ്രെഡ്ഷീറ്റിലൊരു മെയിൻ ഹോം കണ്ടല്ലോ നമ്മൾ, ഇത് ഒരു വർക്ക്ഷീറ്റാണ്. ഇതിന് നമ്മൾ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഒരു ഷീറ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ ഏറ്റവും താഴെ നമുക്ക് കാണാം ഷീറ്റ് 1. ഷീറ്റ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് വർക്ക്ഷീറ്റാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ തന്നെ ഈ ഒരു ഹോമിൽ തന്നെ നമുക്കൊരു സെക്കൻഡ് വർക്ക്ഷീറ്റ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഷീറ്റ് 1ൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഷീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വർക്ക്ഷീറ്റ് വരും. നെക്സ്റ്റ് നമ്മളൊരു പ്ലസ് ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഷീറ്റ് 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 ഷീറ്റുകൾ അവൈലബിൾ. അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെയൊക്കെ ഒരു വർക്ക്ഷീറ്റിൻ്റെ ഒക്കെ ഒരു ആവശ്യം നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷീറ്റിൽ നമ്മൾ നെയിമും മാർക്കും മീൻസ് ടോട്ടൽ മാർക്കും ഒക്കെ എൻ്റർ ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഫിൽറ്ററിങ്ങും സോർട്ടിങ്ങും ഒക്കെ ആവശ്യമാണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ A+ ഗ്രേഡിൽ മാത്രമുള്ള കുട്ടികളെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഷീറ്റ് 1 നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഷീറ്റ് 2ലാണ് നമുക്ക് A+ ഗ്രേഡ് മാത്രമേ വരുന്ന കുട്ടികളെ എടുക്കേണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഫിൽറ്റർ ചെയ്തെടുക്കാമല്ലോ. നെക്സ്റ്റ് ഷീറ്റ് 3ൽ നമ്മൾ ഈ A ഗ്രേഡുള്ള കുട്ടികളെ മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, A ഗ്രേഡ് മാത്രമുള്ള കുട്ടികളെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഷീറ്റ് 3ൽ കൊണ്ടുവന്നിടാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പ്രെഡ്ഷീറ്റിൽ തന്നെ നമുക്ക് 1 or more വർക്ക്ഷീറ്റുകൾ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റോസ് എന്താണ്, കോളംസ് എന്താണെന്നുള്ളതാണ്. A worksheet is organized in rows and columns. The column header displays the column name A, B, C up to Z, A, B, etc. and row header displays the number 1, 2, 3, etc. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് റോ എന്താണ് കോളം എന്നുള്ളത്. ഒരു സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് റോസും കോളംസും ആണല്ലോ. അപ്പോൾ ഈ ടോപ്പിൽ കാണുന്ന ABCD എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കോളം അല്ലെങ്കിൽ കോളം ഹെഡർ എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്ന 1, 2, 3, 4 എന്ന് പറയുന്നത് എന്താ, ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ റോസാണ്. ഇതിന് നമ്മൾ റോ ഹെഡർ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് A മുതൽ Z വരെയാണ് ഇതിലുള്ള കോളം ഹെഡർ കോളംസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1, 2 up to 100 വരെയാണ് നമ്മളിതിൻ്റെ റോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു സെൽ എന്താണെന്നാണ് പറയുന്നത്. സെൽ is the intersection of a column and a row. It is the smallest units of worksheet. Each cell has a unique address. ഒരു സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് കോളം. ഒരു കോളവും ഒരു റോയും കൂടെ അടങ്ങിയിട്ടുള്ള ആ ഒരു ബോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഈ സെൽ എന്ന് പറയുന്നത് ഈ ഒരു ഓരോ ബോക്സ് സ്മോൾ റെക്ടാങ്കുലർ ബോക്സസിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. സെൽ ഇസ് എൻ ഇൻ്റർസെക്ഷൻ ഓഫ് കോളം ആൻഡ് റോ അല്ലേ. ഈ ഒരു ഡി എന്നുള്ള കോളത്തിൽ നിന്നും അതുപോലെ ഈ ഡി എന്നുള്ള കോളം വരുന്ന റോ ഏതാണ്, 7 അല്ലേ. ഡി കോളം 7th റോ, അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ബോക്സാണ് എന്ത്, ഒരു സെൽ എന്ന് പറയുന്നത്. സെൽ എന്ന് പറയുന്ന ഇൻ്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. ഇനി ഓരോ സെല്ലിനും ഓരോ യുണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. യുണീക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡി കോളമിൽ 7th റോ അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയാം, D7 എന്നുള്ളതാണ് ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്, D7. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ബോക്സാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ ഈ കോളമിൽ 3rd റോ, അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ, E3. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോളം പറയും, ദെൻ റോ പറയും. ആ രണ്ടും കൂടെ അടങ്ങിയിട്ടുള്ള ആ ഒരു ബോക്സിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. വർക്ക്ഷീറ്റിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സെൽ. ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സെല്ലുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു സെല്ലിനെയാണ് നമ്മൾ വർക്ക്ഷീറ്റിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ സെല്ലിലും ഓരോ യുണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. നെക്സ്റ്റ് റേഞ്ച് എന്താണെന്നാണ് പറയുന്നത്. റേഞ്ച് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽ ദാറ്റ് ഫോം എ റെക്ടാങ്കുലർ ഏരിയ. അതായത് ഒരു റെക്ടാങ്കുലർ ഏരിയ ഫോം ചെയ്യുന്ന രീതിയിലുള്ള സെൽ, തൊട്ട് അഡ്ജസൻറ്റ് സെൽ എന്ന് പറയുന്നത് എന്താ, അടുത്തടുത്ത സെല്ലുകൾ അല്ലേ. അടുത്തടുത്ത സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, തൊട്ടടുത്തടുത്തുള്ള 4 സെല്ലുകൾ നമുക്ക് ടോപ്പിൽ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് എല്ലാം കൂടെ ഫോം ചെയ്യുന്ന എന്താ, ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽ ദാറ്റ് ഫോം എ റെക്റ്റാങ്കുലർ ഏരിയ. The smallest range is a single cell and the largest range is the entire worksheet. It is specified by the address of first cell in the range and the last cell in the range. ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽ ദാറ്റ് ഫോം എ റെക്ടാങ്കുലർ ഏരിയ. ഈ റേഞ്ചിൽ നമ്മൾ ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ റേഞ്ച് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു റെക്ടാങ്കുലർ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ബി കോളമിൽ 3rd റോ അല്ലേ. അതായത് B3, ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്താ, B3യിലാണ് ഈ റേഞ്ച്, ഈ ഒരു റെക്ടാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് B3 അപ് ടു ഏതാണ് കണ്ടോ, ഈ കോളമിൽ 10th റോ അല്ലേ. അപ്പോൾ ഇതിനെന്താണ് B3 ഈസ് ടു E10, മനസ്സിലായോ. B3 എന്ന് പറയുന്ന പോലെ കണ്ടോ, ഈ കോളമിൽ 10th റോ, അപ്പോൾ എന്താ B3 ഈസ് ടു E10. ഇതാണ് ഈ ഒരു ഇപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പ്രെഡ്ഷീറ്റ്, ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ B3 ഈസ് ടു E10. ഇനി ഒരു റേഞ്ച്, സ്മോളസ്റ്റ് റേഞ്ച്, ഈ ഒരു വർക്ക്ഷീറ്റിലെ സ്മോളസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ്. റേഞ്ച് ഞാൻ പറഞ്ഞു തൊട്ട് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് എന്താ, ഒരു സെല്ലാണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു സെൽ, സിംഗിൾ സെല്ലിൽ നമുക്ക് എന്താ പറയും, സ്മോളസ്റ്റ് റേഞ്ചാണ്. ആൻഡ് ലാർജസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻറ്റയർ വർക്ക്ഷീറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു സെല്ല് ഇതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് റേഞ്ചാണ്, മീൻസ് A1 എന്നുള്ളത്. ഇതിന് ലാർജസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ വർക്ക്ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് സെല്ലുകളാണ്. അല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇതേപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, എല്ലാം കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് വർക്ക്ഷീറ്റ് ആവില്ലേ. അപ്പോൾ ലാർജസ്റ്റ് റേഞ്ച് ആവും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ടു എൻഡിൽ, ഫസ്റ്റ് സെൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സെല്ല് തൊട്ടിട്ട് എവിടെയാണോ എൻഡ് ചെയ്യുന്ന ആ സെല്ല്, ആ 2 സെല്ലുകളെയും കൂടെ നമ്മൾ റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോമ്പണൻസ് ഓഫ് എ സ്പ്രെഡ്ഷീറ്റ് വിൻഡോ. എല്ലാം നമുക്കിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പ്രെഡ്ഷീറ്റ് വിൻഡോയുടെ കോമ്പണൻസ് ആണ് പറയുന്നത്. ഓരോന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്ന ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോമാറ്റ്, ആ ഒരു ബാറിനെ നമ്മൾ എന്താ പറയുന്നത്, മെനു ബാർ എന്ന് പറയും അല്ലേ. ഏതൊരു ഓഫീസ് സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ഉബുണ്ടുവിലുള്ള ഏതൊരു ഓഫീസ് സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് എന്ത് കാണാം, മെനു ബാറുകൾ കാണാം. ഫയൽ എന്ന് പറയുന്നത്, എഡിറ്റ് എന്ന് പറയുന്നത്, വ്യൂ എന്ന് പറയുന്നതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ഓഫീസ് സോഫ്റ്റ്വെയറുകളിലും ഉണ്ട് അല്ലേ. ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടൂളുകൾ കാണാം, ടൂൾ ബാറുകൾ ഉണ്ടാവും നമുക്ക് ചിത്രം വരയ്ക്കാനൊക്കെ. ഇത് ഓഫീസ് സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഡാറ്റ എൻട്രിക്കൊക്കെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് മെനു ബാറുകൾ അവൈലബിൾ ആണ് അല്ലേ.
ഈ ഓരോ മെനുവിനും എന്താണ് ഓരോ ഫംഗ്ഷനുകൾ, ഓരോ ഓപ്ഷൻസുകളുണ്ടാവും, പല ഓപ്ഷൻസുകളുണ്ടാവും. ഇപ്പോൾ ഫയലിൽ നമുക്ക് എന്തൊക്കെ കാണാം, സേവ് ചെയ്യാനുണ്ടാവും, ഓപ്പൺ ചെയ്യാനുള്ളതുണ്ടാവും, എക്സ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതുപോലെ എഡിറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇൻസേർട്ടിൽ നമുക്ക് എന്തെങ്കിലും ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ എക്സ്ട്രാ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസൊക്കെ ഇൻസേർട്ടിലുണ്ടാവും. ഫോർമാറ്റ് ചെയ്യാനുള്ളതുണ്ടാവും, പാരഗ്രാഫിനും ക്യാരക്ടറിനൊക്കെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ മെനു ബാർ കണ്ടെയ്ൻസ് പുൾ ഡൗൺ മെനു ഓപ്ഷൻസ് ലൈക്ക് ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, ടൂൾസ്, ഡാറ്റ, അതൊക്കെ നമ്മൾ ടോപ്പിൽ കണ്ടു. ഒരു മെനു ബാറിലുള്ള പുൾ ഡൗൺ മെനുകളാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, വിൻഡോ, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ്. ഈച്ച് കണ്ടെയ്ൻ വാരിയസ് ഓപ്ഷൻ ടു പെർഫോം ഓപ്പറേഷൻസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് വേരിയസ് ഓപ്ഷൻസ്, ഈ ഒരു ഓരോ മെനു ബാറിലും നമുക്ക് വേരിയസ് ഓപ്പറേഷനുകൾ പെർഫോം ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ എന്തിലുണ്ട്, ഈ മെനു ബാറിൽ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആണ് ടൂൾ ബാർസ്. ടൂൾ ബാർസ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് എന്താണ്, നമുക്ക് ടൂളുകൾ അല്ലേ, ഫോർമാറ്റിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഐക്കൺസ് ഓർ ഷോർട്ട് കട്ട് ബട്ടൺസ് ഫോർ കോമൺലി യൂസ്ഡ് മെനു കമാൻഡ്സ്. അതായത് നമുക്ക് ഈ സെക്കൻഡ് മെനു ബാറിന് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ബാറാണ് കണ്ടോ, ഒരുപാട് ടൂളുകളുള്ള സിസർ ടൂൾ, അതുപോലെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഐക്കണുകൾ കാണാം, PDF-ൻ്റെ ഒരു ഐക്കൺ കാണാം, PDF ആക്കി എക്സ്പോർട്ട് ചെയ്യാനുള്ള. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐക്കണുകളും ഷോർട്ട് കട്ട് ബട്ടണുകളുമുള്ള ഈ ഒരു ബാറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൂൾ ബാർസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ് കണ്ടെയ്ൻസ് ഐക്കൺസ് ഓർ ഷോർട്ട് കട്ട് ബട്ടൺ. ഷോർട്ട് കട്ട് ബട്ടൺ ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പോൾ ഫയലിൽ പോയി നമ്മളൊരു ഡോക്യുമെൻറ്റ് നമ്മൾ റൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സേവ് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യില്ല എങ്ങനെയാണ്, ഫയലിൽ സേവ് എടുക്കും അല്ലേ. അപ്പോൾ ഈ ഫയൽ സേവ് എടുക്കുന്നതിന് പകരം നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട് അവൈലബിൾ ആണ്, ഷോർട്ട് കട്ട് ബട്ടണുകൾ, ഐക്കണുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, സെക്കൻഡ് നമ്മൾ ടൂൾ ബാറിൽ തേർഡ് കാണുന്ന ഈ ഒരു ഐക്കണാണ് എന്ത് പറയുന്നത്, സേവ് ചെയ്യാനുള്ള ഐക്കൺ, ഷോർട്ട് കട്ട് ഐക്കൺ. അതല്ലെങ്കിൽ നമുക്ക് ഫയലിൽ സേവ് എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് ബട്ടണുകളും ഐക്കണുകളും എല്ലാം എന്തിലാണ് ഉണ്ടാവുക, ടൂൾ ബാർസിലാണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഫോർമുല ബാർ. ഫോർമുല ബാർ consists of name box, function wizard, sum button, function button and input line. അപ്പോൾ നമ്മൾ മെനു ബാർ പറഞ്ഞു, ടൂൾ ബാർ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്ന തേർഡ് കാണുന്ന ഈ ഒരു ബാറാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമുല ബാർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്പോൾ നമ്മൾ ഈ ഫോർത്ത് കാണുന്ന ഈ ഒരു ബാറാണ് എന്ത് പറയുന്നത്, ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല ബാറിൽ എന്താണുള്ളത്, എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്, നമുക്ക് നെയിം ബോക്സ് എന്ന് പറയും. ഇവിടെ A1 എന്ന് പറയുന്ന നെയിം ബോക്സ്. A1 എന്ന് പറയുന്നത് ഇവിടെ എന്താ, നമ്മൾ കണ്ടോ, ഇവിടെ ഓൾറെഡി ഈ ഒരു പേജിൽ കണ്ടോ, ഈ ഒരു ഫസ്റ്റ് സെല്ലിനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്താ, A കോളമിൽ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ A1. അപ്പം ഈ ഒരു ഫോർമുല ബാറിൽ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ആ ഒരു ബോക്സാണ് നെയിം ബോക്സ്. ഓരോ സെല്ലിൻ്റെ നെയിം കൊടുക്കുന്നത് ആ ഒരു ബോക്സിലാണ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഈ സിഗ്മ നമ്മളൊരു ഐക്കൺ കാണുന്നത്, ഇതിനെയാണ് നമ്മൾ സം ഫംഗ്ഷനാണത്. ഓക്കെ, FX എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റിലുള്ള നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഈ FX എന്ന് പറയുന്നത് ഫംഗ്ഷനെയാണ് റെപ്രസെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫോർമുല ബാറിൽ നമുക്ക് നെയിം ബോക്സ് ഉണ്ട്. അതുപോലെ ഈ FX എന്ന് പറയുന്നതിന് നമ്മൾ ഫംഗ്ഷൻ വിസാർഡ് എന്ന് പറയും. നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനുകൾ ഉള്ളതാണ് ഈ FX. നെക്സ്റ്റ് സിഗ്മ ഐക്കൺ എന്ന് പറയുന്നത് സം ബട്ടൺ, അതായത് സം ഐക്കൺ, സം ബട്ടനാണ്. നമുക്ക് എന്തെങ്കിലും മാർക്സൊക്കെ ഇപ്പോൾ സം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഫംഗ്ഷൻ വിസാർഡിൽ പോയി സം എന്നുള്ള ഫംഗ്ഷൻ എടുക്കാം, അതല്ലെങ്കിൽ നമുക്കിവിടെ നിന്നും സിഗ്മ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സം കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ബട്ടൺ ആൻഡ് ഇൻപുട്ട് ലൈൻ, നമുക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ലൈനും നമുക്കിവിടെ കാണാം. ഓക്കെ, ഉണ്ട് നമ്മൾ ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യുന്ന ആ ഒരു ലൈനും ഇവിടെ കാണാം. നെക്സ്റ്റ് ഷീറ്റ് ടാബ് ഷോസ് ദ വർക്ക് ഷീറ്റ് അവൈലബിൾ ഇൻ ദ സ്പ്രെഡ്ഷീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സ്പ്രെഡ്ഷീറ്റിലുള്ള ഓരോ വർക്ക് ഷീറ്റുകൾ കണ്ടോ, ഷീറ്റ് ടാബ്. ഈ ഒരു വർക്ക് ഷീറ്റിൽ ഇപ്പോൾ 3 ഷീറ്റ് ടാബുകളുണ്ട്, മീൻസ് 3 വർക്ക് ഷീറ്റുകളുണ്ട്. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ് വർക്ക് ഷീറ്റ് എന്ന്. അപ്പോൾ ഈ ഷീറ്റ് ടാബിൽ പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് വർക്ക് ഷീറ്റ് അവൈലബിൾ ഇൻ ദ സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാർ നമുക്കിവിടെ താഴെ കാണാം, ഏറ്റവും ഈ ഒരു സ്പ്രെഡ്ഷീറ്റിന് താഴെ കാണുന്ന ഈ ഒരു ബാറാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഏരിയ വേർ ദ കറൻറ്റ് സ്റ്റാറ്റസ് അബൌട്ട് ദ വർക്ക് ഷീറ്റ് ഡിസ്പ്ലേ. ഈ ഒരു വർക്ക് ഷീറ്റിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് ഡിനോട്ട് ചെയ്യുന്ന ഒരു ബാറാണ് ഈ ഒരു സ്റ്റാറ്റസ് ബാർ എന്നുള്ളത്. എൻറ്ററിങ് ഡാറ്റ ഇൻ എ സെൽ, നമ്മൾ എങ്ങനെയാണ് ഒരു സെല്ലിൽ ഒരു ഡാറ്റ എൻറ്റർ ചെയ്യുന്നതെന്നുള്ളത്. ടു എൻറ്റർ ഡാറ്റ ഇൻ എ സെൽ, പ്ലേസ് സെൽ പോയിൻറ്റർ ഇൻ ദ ഡിസൈർഡ് സെൽ ആൻഡ് ദെൻ ടൈപ്പ് ദ ഡാറ്റ. ദ ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ എ സെൽ. ഒരു സെല്ലിൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്യുക, നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മൗസ് പോയിൻറ്റർ അല്ലേ, നമുക്ക് എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ മൗസ് പോയിൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ലൈൻ കാണാമല്ലോ, ഒരു കഴ്സർ കാണാമല്ലോ.
അവിടെയാണ് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ചെയ്ത് തരാം. സെയിം വേ നമ്മൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഫസ്റ്റ് A1 എന്നുള്ള ഫസ്റ്റ് സെല്ലാണ് നമ്മൾ ഡാറ്റ എൻറ്റർ ചെയ്യുന്നെങ്കിൽ മൗസ് നമ്മൾ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും അല്ലേ. പ്ലേസ് ദ കഴ്സർ ഓൺ ദ ഫസ്റ്റ് സെൽ. അവിടെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. ടെക്സ്റ്റ് ആയിട്ട് അത് മാർക്ക് 1 മാർക്ക് 2 എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കൊടുക്കുന്നത്, എങ്ങനെ കൊടുക്കാം. നമുക്ക് ഡേറ്റും ടൈമാണ് കൊടുക്കേണ്ടെങ്കിൽ ആ ഒരു ഫോമാറ്റിൽ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഫോമുലകൾ കൊടുക്കണം. ഇപ്പോൾ A1 + B1 അല്ലെങ്കിൽ A² + B² ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും, സെല്ലിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ് നമ്പേഴ്സ്, ടെക്സ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് ഫോമുല. ഓക്കെ, ഇതൊക്കെ നമുക്കൊരു സെല്ലിൽ എൻറ്റർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സേവിങ് എ സ്പ്രെഡ്ഷീറ്റ്. എങ്ങനെയാണ് നമ്മളൊരു സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഡാറ്റാസൊക്കെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സേവ് ചെയ്യുന്നത്. ഏതൊരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് 3 രീതിയിൽ സ്പ്രെഡ്ഷീറ്റിലെ ഫയൽ സേവ് ചെയ്യും. ഫസ്റ്റത്തത് ഫയൽ എന്നുള്ള മെനു ബാറിൽ നിന്നും ഫയൽ എടുത്തു കഴിഞ്ഞാൽ മെനു ബാറിൽ നിന്ന് ഈ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻസ് കാണാം. അതിൽ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണോ സേവ് ചെയ്യേണ്ടതെന്നുള്ള ഫോൾഡർക്കാണോ നമുക്കവിടെ സേവ് ചെയ്യും. അതിൻ്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സേവ് ബട്ടൺ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. നമ്മൾ പറഞ്ഞു ഈ ഒരു ടൂൾ ബാറിൽ നമുക്ക് ഒരുപാട് ഐക്കണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടൂൾ ബാറിൽ കാണുന്ന ഈ തേർഡ് ഐക്കണാണ് സേവ് എന്നുള്ള ഐക്കൺ. ഓക്കെ, അപ്പോൾ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രെഡ്ഷീറ്റിലുള്ള ഫയലുകളെ സേവ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ കീബോർഡിലുള്ള Ctrl+S അല്ലേ. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യാൻ Ctrl+C അടിക്കും, പേസ്റ്റ് ചെയ്യാൻ Ctrl+V അടിക്കും, അതേപോലെ സേവ് ചെയ്യാൻ Ctrl+S. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് സ്പ്രെഡ്ഷീറ്റിലുള്ള ഫയലിനെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ആ 3 മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഫയൽ, സേവ്, നെക്സ്റ്റ് സേവ് ബട്ടൺ ഓൺ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, നെക്സ്റ്റ് Ctrl+S എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, ഇനി ഇൻസേർട്ടിംഗ് സെൽ, ഇൻസേർട്ടിംഗ് റോ, ഇൻസേർട്ടിംഗ് കോളം, ഇൻസേർട്ടിംഗ് എ വർക്ക് ഷീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്. ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരേ ഒരു മെനു ആണ്. അതായത് ഇൻസേർട്ട് എന്നുള്ള മെനു അല്ലെ. മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് എന്നുള്ള മെനു യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. എല്ലാം സെയിം കണ്ടോ, ഈ ഒരു സെയിം മെനുവിൽ നിന്നാണ്, ഇൻസേർട്ട് എന്നുള്ള മെനുവിൽ നിന്നാണ് നമ്മൾ റോസും കോളംസും അതുപോലെ സെല്ലും വർക്ക് ഷീറ്റ് അല്ല സെല്ലൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെല്ല് ഇൻസേർട്ട് ചെയ്യാൻ ടു ഇൻസേർട്ട് എ സെൽ യൂസ് ദ സെൽ ഓപ്ഷൻ ഫ്രം ദ ഇൻസേർട്ട് മെനു. ഇൻസേർട്ട് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസുകൾ നമുക്ക് കാണാം. അതിൽ നിന്നും സെല്ലാണ്, നമുക്കൊരു പുതിയ സെല്ലാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ABC എന്നുള്ള 3 സെല്ലുണ്ട്. ഈ 3 സെല്ല് ഞാൻ ഫസ്റ്റത്തെ സെല്ലിൽ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് കൊടുത്തു, രണ്ടാമത്തെ സെല്ലിൽ സബ്ജക്റ്റ് എന്നുള്ളത് കൊടുത്തു, മൂന്നാമത്തെ സെല്ലിൽ ഞാൻ ടോട്ടൽ മാർക്സ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ AB കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു സെല്ല് എനിക്ക് ആഡ് ചെയ്യണം. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്കിപ്പം വേറൊരു എക്സ്ട്രാ സെല്ല് അവിടെ ആഡ് ചെയ്യണം. അതായത് വേറൊരു പുതിയ CE എന്നുള്ളൊരു പുതിയ മാർക്ക് കൊടുക്കാൻ CE എന്നുള്ള പുതിയൊരു സെല്ല് ആഡ് ചെയ്യണം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ B ആൻഡ് C, ബിൻ്റെ സിയുടെ നടുവിലായിട്ടാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ എന്താ ചെയ്യുക, B എന്നുള്ള സെല്ലിൻ്റെ അവിടെ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൽ എന്നുള്ള എടുത്താൽ പുതിയൊരു സെല്ല് അവിടെ ആഡ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പുതിയൊരു സെല്ലിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി പുതിയൊരു റോ നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 1 2 3 എന്നുള്ള റോസിൽ, അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും നടുവിലായിട്ട് പുതിയൊരു റോ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, 1 എന്നുള്ള ആ ഒരു ബോക്സിൽ നമ്മൾ മൗസ് പ്ലേസ് ചെയ്തിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് റോ എന്നുള്ളത് എടുക്കാം. അപ്പോൾ റോസ് നമുക്ക് എബവ് ആണോ ബിലോ ആണോ വേണ്ടതെന്ന് ചോദിക്കും. അത് 1ൻ്റെ മുകളിലായിട്ട് വരണോ അത് 1ന് താഴെയായിട്ട് വരണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ റോ ബിലോ ആണെങ്കിൽ ബിലോ എന്നുള്ളത് എടുക്കാം, റോ എബവ് ആണെങ്കിൽ റോ എബവ് എന്നുള്ളത് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു സെല്ലും പുതിയൊരു റോയും പുതിയൊരു കോളത്തെയും ഒക്കെ ഇൻസേർട്ട് ചെയ്യൽ എങ്ങനെയാണ്, മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് എന്നുള്ള മെനു എടുക്കാം, അതിൽ നിന്നും സെല്ലാണെങ്കിൽ സെൽ എന്നുള്ളത് എടുക്കാം, റോ ആണെങ്കിൽ റോ എന്നുള്ളത് എടുക്കാം, കോളം ആണെങ്കിൽ കോളം എന്നുള്ളത് എടുക്കാം. ഓക്കെ, ഇൻസേർട്ടിങ് കോളംസും സെയിം ഞാൻ പറഞ്ഞു, ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, കോളം എന്നുള്ളത് എടുക്കാം. ഇനിയൊരു പുതിയ വർക്ക് ഷീറ്റാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതായത് ഷീറ്റ് എന്നുള്ള ടാബിൽ അല്ലേ, ഞാൻ പറഞ്ഞു ഷീറ്റ് 1 ഷീറ്റ് 2 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഷീറ്റ് 1 ആണ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളതെങ്കിൽ നമ്മളിവിടെ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, ഇതാ ഇവിടെ ഒരു ഷീറ്റ് 1 എന്നുള്ളതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലസ് ഐക്കൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷീറ്റ് 2 എന്ന് പറഞ്ഞാൽ പുതിയൊരു ഷീറ്റ് വരും. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം, ഷീറ്റ് 3 എന്നുള്ള പുതിയ വർക്ക് ഷീറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് റോസും കോളംസും വർക്ക് ഷീറ്റൊക്കെ ആഡ് ചെയ്യാം. ഇനി ഒരു ഡിലീറ്റിംഗ് സെൽ ഓർ റോ ഓർ കോളം, എങ്ങനെയാണ് നമ്മൾ സെൽസിനെ അല്ലെങ്കിൽ റോസിന് നമ്മൾ കൊടുത്ത റോ അല്ലെങ്കിൽ കോളത്തിനൊക്കെ നമ്മൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സെല്ലാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ആ സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യാം. അതല്ല റോ ആണ് കോളാണെങ്കിൽ ആ കോളത്തെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ റോയെ സെലക്ട് ചെയ്യാം.
നെക്സ്റ്റ് ചൂസ് ഡിലീറ്റ് സെൽ ഫ്രം ദ ഓപ്ഷൻ എഡിറ്റ് മെനു. നമ്മൾ മെനു ബാറിൽ ഉള്ള മെനുകൾ പറഞ്ഞു നേരത്തെ, ഫയൽ, എഡിറ്റ്, വ്യൂ എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ അതിൽ എഡിറ്റ് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യാനും സേവ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ഇൻസേർട്ട് എന്നുള്ള മെനു എടുക്കും, സേവ് ചെയ്യാൻ നമ്മൾ ഫയൽ എന്നുള്ള മെനു എടുക്കും, ഡിലീറ്റ് ചെയ്യാൻ എഡിറ്റ് എന്നുള്ള മെനു എടുക്കും അല്ലേ. അപ്പോൾ എഡിറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് സെല്ലാണോ ഏത് റോ ആണോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം മെനു ബാറിൽ നിന്നും ഈ എഡിറ്റ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡിലീറ്റ് എടുത്തു കഴിഞ്ഞാൽ റോ ആണോ കോളാണോ സെല്ലാണോ എന്നുള്ളത് നമ്മളോട് ചോദിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഡിലീറ്റിംഗ് എ വർക്ക് ഷീറ്റ്. നമ്മളിപ്പോൾ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നൊക്കെ പറഞ്ഞ് പുതിയ വർക്ക് ഷീറ്റുകൾ ആഡ് ചെയ്തു അല്ലേ. താഴെ നിന്നും നമ്മൾ സ്പ്രെഡ്ഷീറ്റിന് താഴെ നിന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ചെയ്തൊരു വർക്ക് ഷീറ്റ്, അപ്പോൾ ഷീറ്റ് 2 എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതും നമ്മൾ എഡിറ്റ് എന്നുള്ള മെനുവിൽ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എഡിറ്റ്, ഷീറ്റ്, ഡിലീറ്റ് അല്ലേ. എഡിറ്റിൽ നിന്നും ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അതിൽ നിന്നും ഡിലീറ്റ് എന്നുള്ള എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഷീറ്റ് എന്നുള്ള എഡിറ്റിൽ നിന്നും നമ്മൾ സെല്ലും റോയൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. ഇത് നമ്മൾ ഷീറ്റ് എന്നുള്ളൊരു മെനു കാണാം, സബ് മെനു കാണാം, അതിൽ നിന്നും ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഏത് ഷീറ്റാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വരും. നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്രീസിങ് റോസ് ആൻഡ് കോളംസ് ഇൻ എ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റിലുള്ള റോസിനെയും കോളത്തിനെയും എങ്ങനെയാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നതെന്നാണ്. ഫ്രീസിങ് എന്ന് വെച്ചാൽ ഫ്രീസിങ് ഇസ് ദ ആക്ട് ഓഫ് മേക്കിംഗ് എ സെലക്റ്റഡ് സെറ്റ് ഓഫ് കോളംസ് ഓർ റോസ് ഇമ്മൂവബിൾ വൈൽ സ്ക്രോളിംഗ് ദ വർക്ക്ഷീറ്റ്. നമ്മളൊരു വർക്ക്ഷീറ്റിൽ ഇപ്പോൾ ഒരുപാട് റോസും കോളംസിലൊക്കെ നമ്മൾ ഡാറ്റാസ് എൻറ്റർ ചെയ്തു. അപ്പോൾ ആ ഒരു വർക്ക്ഷീറ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മളൊരു സെലക്റ്റഡ് സെറ്റ് ഓഫ് ഒരു 2 or more റോസും കോളംസും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പാടില്ല, അതായത് ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കണം അവിടെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീസിങ് എന്ന് പറയുന്നത്. മീൻസ് റോസിനെ ഒരു സെലക്റ്റഡ് സെറ്റ് ഓഫ് റോസും കോളംസും ഇമ്മൂവബിൾ ആയിരിക്കും, അതായത് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നമ്മളതിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റോസിനെയും കോളത്തിനെയും ആ ഒരു സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും എന്താണോ നമുക്ക് ചെയ്യുമ്പോൾ ഒരു സെല്ല് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ സെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു സെല്ല് അല്ലെങ്കിൽ റോ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യുന്ന ടൈമിലും നമ്മൾ ആ ഒരു റോ ഹെഡറും അതുപോലെ ആ ഒരു കോളം ഹെഡറും നമ്മൾ സെലക്ട് ചെയ്യണം. ഏതാണോ നമുക്ക് ഫ്രീസ് ചെയ്യേണ്ടത്, ഫ്രോസൺ ചെയ്യേണ്ടത്, അതിന് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം വിൻഡോ എന്നുള്ള മെനു, അതായത് മെനു ബാറിൽ നിന്നും വിൻഡോ എന്നുള്ള മെനു ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വിൻഡോ എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ റോ ആൻഡ് കോളം സെറ്റ് എന്താവും, ഫ്രീസായി നിൽക്കും, ഇമ്മൂവബിൾ ആയിട്ട് നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആണ്. എന്താണ് ഹെഡറും ഫൂട്ടറും? Headers are text appearing on the top of every page in a document. Footers are the text appearing at the bottom of each page. They can be given to a spreadsheet using the headers and footer option of the insert menu. Okay. അതായത് ഹെഡർ എന്ന് പറയുന്നത് നമ്മൾ ഡോക്യുമെൻ്റ് ഏറ്റവും ടോപ്പിൽ അപ്പിയർ ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഈ ഒരു പേജ് നമ്മളെടുക്കുക, നമുക്ക് 2 ഹെഡേഴ്സ് ഇവിടെ ഉണ്ട് കാണാം. ഡൗൺലോഡഡ് ഫ്രം www.hss.live എന്ന് കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് 5/7/2021 എന്നുള്ള ഡേറ്റും നമുക്ക് കാണാം അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് കാണുന്നതും ഈ ഒരു മെത്തേഡിൽ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് ടോപ്പിൽ കാണുന്ന ആ ഒരു ടെക്സ്റ്റ് അല്ലേ, ഹെഡേഴ്സ് ആർ ദ ടെക്സ്റ്റ് അപ്പിയറിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് എവറി പേജ്. നമ്മൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഹെഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻറ്റ് ടോപ്പിൽ കാണുന്ന ഒരു ടെക്സ്റ്റിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. ഫൂട്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലേ, ടെക്സ്റ്റ് അപ്പിയറിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ഈച്ച് പേജ്. ഓരോ പേജിനെ താഴെ കാണുന്ന ആ ഒരു ടെക്സ്റ്റിനെയാണ് നമ്മൾ ഫൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ ഒരു പേജ് നമ്പർ നമുക്ക് കാണാം, 15 എന്നുള്ള പേജ് നമ്പർ കാണാം. അതുപോലെ ഈ ഒരു വിജയപേരി എന്നുള്ള ആ ഒരു ലൈനും നമുക്ക് ടെക്സ്റ്റ് കാണാം. അപ്പോൾ അതിനെ നമ്മൾ ഫൂട്ടർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനൊരു ഹെഡറും ഒരു ഫൂട്ടറും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ സൈറ്റിലായിട്ട് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ നെയിം, നമ്മൾ ഏത് സ്കൂളിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ആ സ്കൂളിൻ്റെ നെയിം നമുക്ക് ടോപ്പിൽ കൊടുക്കണം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്ത് മീൻസ് ഏത് എക്സാമിൻ്റെയാണ്, ഇപ്പോൾ മിഡ് ടേം ആണോ ക്വാർട്ടർലി ആണോ, അപ്പോൾ ആ ഒരു ഇത് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു പേജിൻ്റെ താഴെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ പേജ് നമ്പർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ മെനു ബാറിൽ നിന്നും ഇൻസേർട്ട് എന്നുള്ള മെനു അല്ലേ, നമ്മൾ റോസും കോളംസും ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഹെഡറും ഫൂട്ടറും ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് എന്നുള്ള മെനു എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പ്രിൻറ്റിങ് എ സ്പ്രെഡ്ഷീറ്റ്. നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തു, ഡാറ്റ എൻട്രി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഓൾമോസ്റ്റ് സേവ് ഒക്കെ നമുക്കതിന് പ്രിൻറ്റ് ചെയ്യാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ ഈ സേവ്, പ്രിൻറ്റ്, എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഏത് മെനുവിലാണ് ഉണ്ടാവുക? ഫയൽ എന്നുള്ള മെനുവിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ 3 വേസിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഫയൽ എന്നുള്ള ഓപ്ഷൻ മെനു എടുക്കാം, അതിൽ നിന്ന് പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡായിട്ട് ഇപ്പോൾ സേവിന് നമ്മൾ Ctrl+S എന്ന് പറയുന്ന പോലെ പ്രിൻറ്റിന് നമ്മൾ Ctrl+P എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഐക്കൺ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് പ്രിൻറ്റ് ബട്ടൺ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഒരു പ്രിൻറ്റ് ബട്ടൺ നമുക്ക് കാണാം. നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നമുക്കിവിടെ PDF എന്നുള്ളതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു പ്രിൻറ്ററിൽ ഒരു പേപ്പർ വരുന്ന പോലത്തെ ഒരു ഐക്കൺ കാണും. ഇത് നമുക്ക് എന്താണ്? പ്രിൻറ്റ് ഷോർട്ട് കട്ട് ഐക്കണാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് കട്ട് ബട്ടൺ പറഞ്ഞു Ctrl+P. നെക്സ്റ്റ് മെനു ബാർ വഴി യൂസ് ചെയ്യുകയാണെങ്കിൽ ഫയൽ പ്രിൻ്റ് എടുക്കാം. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലാണെങ്കിൽ പ്രിൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു PDF ആക്കി മാറ്റണം. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫയൽ PDF ആക്കി മാറ്റുന്നത് എന്തിനാണ്? നമ്മൾ ഏതൊരു കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ഡാറ്റ അതുപോലെ തന്നെ അതിൻ്റെ ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടാതെ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ LibreOffice കാൽക്കുള്ള ഒരു കമ്പ്യൂട്ടറിൽ നിന്നൊരു ഡോക്യുമെൻറ്റ് നിങ്ങൾ ചെയ്തു, നിങ്ങളത് വേറെ നിങ്ങളൊരു ഫ്രണ്ടിന് കൊടുത്തിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ടുള്ള അവൻ്റെ സിസ്റ്റത്തിൽ അവനത് ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം എന്താണ്? അവൻ ചിലപ്പോൾ ഉബുണ്ടു എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, അപ്പം വിൻഡോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസിൽ സപ്പോർട്ടാവില്ല. അപ്പോൾ ഏതൊരു സിസ്റ്റത്തിലും മീൻസ് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമുക്കത് യൂസ് ചെയ്യാനും മാനേജ് ചെയ്യാനും കഴിയുന്ന ഒരു ഫയൽ സിസ്റ്റമാണ് PDF എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പ്രെഡ്ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് ഒരു PDF ഫോമാറ്റിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫയൽ എക്സ്പോർട്ട് ആസ് PDF അല്ലേ. ഫയലിൽ സേവിൻ്റെ ഒക്കെ താഴെയായിട്ട് നമുക്ക് എക്സ്പോർട്ട് ആസ് PDF എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻ എ വർക്ക്ഷീറ്റ് ഡാഷ് ഈസ് ഫോംഡ് വെൻ എ റോ മീറ്റ്സ് എ കോളം. ഒരു റോ ഒരു കോളത്തെ മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്? എന്താണ്? ഒരു സെല്ലാണ് അല്ലേ. സെൽ ഈസ് ഫോംഡ് വെൻ എ റോ മീറ്റ്സ് എ കോളം. നമ്മൾ പറഞ്ഞു ഇൻ്റർസെക്ഷൻ ഓഫ് സെൽ, റോ ആൻഡ് കോളം ആണ് എന്ത്? ഒരു സെല്ലെന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ആൻസർ സെൽ എന്നുള്ളതാണ്. ഇൻ എ വർക്ക്ഷീറ്റ് D10:H25 ഈസ് കോൾഡ്. ഇതിനെന്താ നമ്മൾ പറയാം? എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽ ദാറ്റ് ഫോം എ റെക്റ്റാങ്കുലർ ഏരിയ അല്ലേ. തൊട്ടടുത്തുള്ള സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിനെ അത് ഫോം ചെയ്യുന്നൊരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ ആ ഒരു ഇതിനെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? റേഞ്ച് എന്നാണ് അല്ലേ. അപ്പോൾ D10 അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള സെല്ലാണ് D10 എന്ന് പറയുന്നത് സെല്ലിൻ്റെ അഡ്രസ്സാണ്. ദെൻ നമ്മളത് എൻഡ് ചെയ്യുന്ന സെല്ലിൻ്റെ അഡ്രസ്സാണ് H25 എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു റേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദി ഷോർട്ട് കട്ട് ബട്ടൺസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് കമാൻഡ്സ് ആർ പ്രസൻറ്റ് ഇൻ. നമ്മൾ ഓരോ കമാൻഡുകളുടെയും ഷോർട്ട് കട്ട് ബട്ടൺ, ഇപ്പോൾ സേവ് ചെയ്യാൻ, അതുപോലെ പ്രിൻറ്റ് ചെയ്യാൻ, എക്സ്പോർട്ട് ചെയ്യാനുള്ള എനിക്ക് ഷോർട്ട് കട്ട് ബട്ടൺ എവിടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. ഓക്കെ, നെക്സ്റ്റ് സേവ് പ്രിൻറ്റ് കമാൻഡ്സ് ആർ അവൈലബിൾ ഇൻ ഡാഷ് മെനു ഓഫ് ദ വർക്ക്ഷീറ്റ് വിൻഡോ. വർക്ക്ഷീറ്റ് വിൻഡോയിൽ ഏത് മെനുവിലാണ് സേവും പ്രിൻറ്റും എന്നുള്ള കമാൻഡ് ഉള്ളത്? ഫയൽ എന്നുള്ള മെനുവിലാണ് അല്ലേ. ഹൗ ഡു യു ഇൻസേർട്ട് എ സെൽ ഇൻ എ വർക്ക്ഷീറ്റ്? വർക്ക്ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണ് സെൽ ഇൻസേർട്ട് ചെയ്യുക? അപ്പോൾ അവിടെ തന്നെ ഉണ്ട് ആൻസർ, അവിടെ തന്നെ ഉണ്ട്. എവിടെയാണ്? ഇൻസേർട്ട് എന്നുള്ള മെനു അല്ലേ. എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് ഒരു ഏരോ മാർക്ക് കൊടുക്കുക, സെൽ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇൻസേർട്ടിൽ സെൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ വർക്ക്ഷീറ്റിൽ നമുക്ക് സെൽ ആഡ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ദ ആക്ട് ഓഫ് മേക്കിംഗ് എ കോളം ഓർ റോ ഇമ്മൂവബിൾ ഈസ് റെഫേർഡ്. ഒരു കോളത്തിനെ ഒരു റോയിനെ നമ്മൾ ഇമ്മൂവബിൾ ആക്കി വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? ഫ്രീസിങ് എന്ന് പറയും അല്ലേ. ഫ്രീസിങ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ മെയിൻ കോമ്പണൻസ് ഓഫ് എ വർക്ക്ഷീറ്റ് വിൻഡോ. വർക്ക്ഷീറ്റ് വിൻഡോയിലെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയേണ്ടത്. അപ്പോൾ എന്താ പറയേണ്ടത്? നമ്മൾ പറഞ്ഞു മെനു ബാറിനെ കുറിച്ച് പറയണം അല്ലേ. ഫസ്റ്റത്തേതാണ് മെനു ബാർ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ടൂൾ ബാർ പറഞ്ഞു, ഫോർമുല ബാർ പറഞ്ഞു. ഈ ഫോർമുല ബാറിൽ നെയിം ബോക്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. മെനു ബാറിലുള്ള മെനുകൾ നിങ്ങൾക്ക് കൊടുക്കാം. 5 മാർക്കൊക്കെ ആണെങ്കിൽ മെനു ബാറിലുള്ള മെനുകൾ കൊടുക്കാം. ടൂൾ ബാറിലുള്ള ഓരോ ഐക്കൺ ഷോർട്ട് കട്ട് ബട്ടണുകൾ നിങ്ങൾക്ക് കൊടുക്കാം അല്ലേ. സേവ്, പ്രിൻറ്റ്, എക്സ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഫോർമുല ബാറിൽ നമുക്ക് സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുക്കാനുള്ളൊരു നെയിം ബോക്സ് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മളിവിടെ പറഞ്ഞു ഒരു ഫംഗ്ഷൻ വിസാർഡ്, എഫെക്ട്സ് എന്നുള്ള ഫംഗ്ഷൻ വിസാർഡ് ഉണ്ട്, സം എന്നുള്ളൊരു ബട്ടൺ ഐക്കൺ ഉണ്ട്. ഇതെല്ലാം ഫോർമുല ബാർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ എ സ്പ്രെഡ്ഷീറ്റ്? ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഹെഡറിനെയും ഫൂട്ടർ എന്ന് പറയുന്നത് എന്താ? ഹെഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെക്സ്റ്റ് അപ്പിയറിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് എ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻ്റ് ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു ടെക്സ്റ്റിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. ഫൂട്ടർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് അപ്പിയറിംഗ് ഓൺ ദ ബോട്ടം ഓഫ് എ സ്പ്രെഡ്ഷീറ്റ്. ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ ബോട്ടത്തിൽ കൊടുക്കുന്ന കാര്യം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എക്സ്പോർട്ടിംഗ് എ വർക്ക്ഷീറ്റ് ടു PDF ഫോമാറ്റ്?
ഒരു വർക്ക്ഷീറ്റ് നമ്മൾ PDF ഫോമാറ്റാക്കി എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ യൂസ് എന്താ, അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ഓൺ എനി പ്ലാറ്റ്ഫോമിൽ, ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, വ്യൂ ചെയ്യാൻ കഴിയും. ഈ ഒരു PDF ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസിലി എഡിറ്റബിൾ, നമുക്കത് പിന്നീട് എഡിറ്റ് ചെയ്യാനും പറ്റില്ല. വർക്ക്ഷീറ്റ് ക്യാൻ ബി എക്സ്പോർട്ടഡ് ടു ദ PDF ഫോമാറ്റ് യൂസിങ് ദ മെനു ഫയൽ എക്സ്പോർട്ട് ആസ് PDF. ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും വീഡിയോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുന്നതാണ്.